തിരുവനന്തപുരം ശ്രീചിത്ര പൂർവ്വ ഹോമിൽ ആത്മഹത്യാശ്രമം. 16, 15, 12 വീതം വയസ്സുള്ള 3 പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. മുതിർന്ന കുട്ടികളിൽ നിന്നുള്ള പീഡനവും റാഗിങ്ങുമാണ് ആത്മഹത്യാശ്രമത്തിന് പിന്നിലെ കാരണമെന്നാണ് വിവരം. അളവിൽ കവിഞ്ഞ ഗുളിക കഴിച്ചാണ് ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുന്നത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, 3 പെൺകുട്ടികൾ, അതും 12, 15, 16 വയസ്സുള്ള 3 പെൺകുട്ടികളാണ് ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുന്നത്. ഇവിടെ റാഗിങ്ങും പീഡനശ്രമവും ഒക്കെ പരാതിയായി പറയുന്നുണ്ട്. ഇതിനു മുൻപ് ഇത്തരം ഒരു പരാതി പെൺകുട്ടികൾ ഉന്നയിച്ചിരുന്നോ? ഇവരുടെ ഈ 3 പെൺകുട്ടികളുടെയും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് സാരംഗ്? ടോം, ഇത്തരത്തിലുള്ളൊരു പരാതി, അതായത് ഈ മുതിർന്ന കുട്ടികൾ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു, റാഗ് ചെയ്യുന്നു എന്നൊരു പരാതി ശ്രീചിത്ര ഹോമിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ആ ഒരു പരാതിയിൽ കൃത്യമായ ഇടപെടൽ ഈ ഒരു ഉദ്യോഗസ്ഥർ നടത്തിയില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ 3 പെൺകുട്ടികളും ആത്മഹത്യാശ്രമം നടത്തിയത്. മാത്രമല്ല, ഈ ഒരു പെൺകുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. അത് 2 പെൺകുട്ടികൾ മെഡിക്കൽ കോളേജിലും മറ്റൊരു പെൺകുട്ടി ശ്രീചിത്ര ഹോസ്പിറ്റലുമാണ് ഇത്തരത്തിൽ ചികിത്സ തേടിയത്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഈ ഒരു പല ദിവസങ്ങളായി തുടർന്നുള്ള ഒരു റാഗിങ്ങും മറ്റും ആണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവിടെ റാഗിങ്ങും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീഡനശ്രമം ഉണ്ടായെന്ന് പറയുന്നുണ്ട് മുതിർന്ന കുട്ടികളിൽ നിന്ന്. ഇത്തരമൊരു പരാതി ഈ പൂർ ഹോമിലെ അധികൃതരോട് ഈ പെൺകുട്ടികൾ ഉന്നയിച്ചതായിരുന്നോ? അവിടെയും ഒരു ഇടപെടലോ നടപടിയോ ഒന്നും ഉണ്ടാകാത്തതാണോ? മാത്രമല്ല, ഇതിനു മുൻപ് ഇതുപോലുള്ള പരാതികൾ ഈ പൂർ ഹോമിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണോ? ഇത്തരത്തിലൊരു പരാതി കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടന്നതിന് ശേഷമാണ്. അതായത് കൃത്യമായി പെൺകുട്ടികൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു, ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമമുണ്ട്, അതേപോലെ തന്നെ റാഗ് ചെയ്യുന്നുണ്ട്, വളരെ മോശമായി ഇത്തരത്തിൽ മറ്റ് പെൺകുട്ടികൾ, മുതിർന്ന പ്രായത്തിന് മൂത്ത കുട്ടികൾ ഇത്തരം ഉപദ്രവിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായി പരാതി നൽകിയിട്ടും കൃത്യമായി ഇടപെടുന്നതിലോ ഈ മുതിർന്ന പെൺകുട്ടികളെ വിലക്കുന്നതിലോ ഒന്നും കൃത്യമായ ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമാവാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഈ ഒരു 3 പെൺകുട്ടികൾ മാത്രമല്ല, മറ്റു പെൺകുട്ടികളും ഇത്തരത്തിലുള്ള സമാനമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാവാൻ സാധ്യത നമുക്ക് കാണാനുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം നമുക്ക് കാണാം. അതിനൊപ്പം തന്നെ മറ്റു പെൺകുട്ടികളും ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്നും നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണ സമിതി, ഇത്തരത്തിലൊരു ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഇത്തരത്തിലൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലും ഇതിലൊരു മൗനാനുവാദം നൽകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു റാഗിങ്ങിനെതിരെയൊക്കെ കൃത്യമായ നടപടികൾ, കൃത്യമായ നിയമ നടപടിയും കാര്യങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിനെതിരെ പോലും ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലും കൃത്യമായി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥരുടെ മൗന സമ്മതത്തോടു കൂടി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് സർക്കാരിന്റെ ഭാഗത്ത് സർക്കാരിന്റെ ഒരു കളങ്കപ്പെടുന്ന ഒരു സംഭവമായി. ഇപ്പോൾ അല്പസമയം മുമ്പാണ്, മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പോലീസിന്റെ ഭാഗത്ത് നടപടി വേണം, ശിശുക്ഷേമ സമിതി ഇടപെടൽ നടത്തണം, അന്വേഷണം നടത്തണം. സ്വാഭാവികമായും ആരാണ് ഇവിടെ കുറ്റക്കാർ? ഈ മുതിർന്ന കുട്ടികളിൽ നിന്നും പീഡനമുണ്ടായെന്ന് പറയുമ്പോൾ ആരാണ് കുറ്റക്കാരെന്ന് സ്വാഭാവികമായും കണ്ടെത്തേണ്ടതുണ്ട്. ആ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? ആരുടെയെങ്കിലും പേര്, ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ കുട്ടികൾ ആരുടെയെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ? നിലവിൽ ഇത്തരത്തിലൊരു മുതിർന്ന കുട്ടികളിൽ നിന്നുള്ളൊരു പീഡനമാണ് ഇങ്ങനെ ഒരു ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രമാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മറ്റുള്ള അന്വേഷണം, പോലീസ് അടക്കം ഇത്തരത്തിൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോയി ഇത്തരത്തിലുള്ള കുട്ടികളുടെ മൊഴികളും മറ്റും രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായൊരു ഇതിൻ്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇത്തരത്തിലൊരു ഈ ഒരു മുതിർന്ന കുട്ടികളിൽ നിന്നുള്ള സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പീഡന ശ്രമവും അതേപോലെ തന്നെ റാഗിങ്ങും മറ്റുമാണ് ഇത്തരം കുട്ടികളുടെ ഈ 3 പെൺകുട്ടികളും ഒരുമിച്ചൊരു ആത്മഹത്യാ ശ്രമം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഭാഗ്യവശാൽ ഈ 3 കുട്ടികളുടെയും ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. മാത്രമല്ല, ഈ ഒരു 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 കുട്ടികളുടെയും ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം ഈ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ എന്താണ് ഈ ഒരു ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ശ്രീചിത്ര പൂർ ഹോമിൽ നടക്കുന്നത്, ഇത്തരത്തിലൊരു സാഹചര്യം അവിടെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ടോ, ഈ ഒരു ആത്മഹത്യാ ശ്രമം എന്നൊരു തീരുമാനത്തിലേക്ക് കുട്ടികൾ എത്തണമെങ്കിൽ അത് രൂക്ഷമായ ഒരു സാഹചര്യം നിലനിന്നാൽ മാത്രമേ കുട്ടികൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കൃത്യമായി ഈ കുട്ടികൾ ഈ ഒരു അനുഭവം ഉണ്ടായി നേരെ പോയി ആത്മഹത്യാ ശ്രമം നടത്തുകയല്ല ചെയ്തത്. ഇവർ കൃത്യമായ ഒരു പരാതി നൽകി ഉദ്യോഗസ്ഥരെയും മറ്റും അറിയിച്ചു. ഈ ഒരു ശ്രീചിത്ര പൂർ ഹോമിലെ മറ്റുള്ളവരെ എല്ലാവരെയും അറിയിച്ച്
പോലീസ് ഇതിലൊരു ഇടപെടൽ കൃത്യമായി നടക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഈ ഒരു മനമെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാവാനുള്ള സാധ്യതയും കുറവാണ്. മറ്റുള്ള കുട്ടികൾക്കും ഇതേ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് അന്വേഷണത്തിനൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണവും ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ ഒരു സാഹചര്യം വിലയിരുത്തിയാൽ മാത്രമേ ഈ ഒരു കുട്ടികളുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ വേണ്ടതാണ്. സാരംഗ്, ശ്രീചിത്ര പൂർ ഹോമിൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നടത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? ഇതുപോലെ റാഗിങ്ങും പീഡനവും ഉണ്ടായിട്ടുണ്ടോ? അത് ഇതിനു മുൻപ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിവായി ഇത്തരം സംഭവങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ ഉണ്ടായിരിക്കാം. പീഡന ശ്രമവും റാഗിങ്ങും ഒക്കെ ഭയം കാരണം കുട്ടികൾ പുറത്തു പറയാത്തതായിരിക്കും. ഇനി പരാതിപ്പെട്ടാൽ പോലും നടപടി സ്വീകരിക്കാത്ത സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. തീർച്ചയായും ഇത്തരത്തിലൊരു കൃത്യമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഇല്ലാത്തതാണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ മറ്റും ഉണ്ടായിട്ടുമില്ല. മാത്രമല്ല ഈ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതിന് പ്രാഥമിക അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു പുറമേ നിന്നുള്ളൊരു സമിതിയെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താനാണ് സാധ്യത. കാരണം ഈ ഒരു ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിശദമായി സമഗ്രമായി അന്വേഷണം നടത്തണമെങ്കിൽ ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ കൊണ്ടോ ജീവനക്കാരെ കൊണ്ടോ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയാൽ കൃത്യമായ സത്യങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയും വിരളമാണ്. അതുകൊണ്ട് ഈ ഒരു ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ നിന്നും കൃത്യമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിന് പിന്നിലുള്ള മുഴുവനായ ഒരു ചിത്രം നമുക്ക് ലഭ്യമാവുക. ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാതെ തന്നെ ഇതൊരു മുഴുവൻ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയതിൽ മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു ജീവനക്കാർ ഇതിന് മൗനാനുവാദം നൽകിയത് മാത്രമാണോ, അല്ലെങ്കിൽ ജീവനക്കാർ ഇത്തരത്തിലൊരു സംഭവത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ പങ്കാളിത്തം ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിശദമായ ഒരു അന്വേഷണം സാധ്യമായാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു മുഴുവനായ ഒരു ചിത്രം മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. വ്യക്തമാണ്. തിരുവനന്തപുരം ശ്രീചിത്ര പൂർ ഹോമിലാണ് 3 പെൺകുട്ടികൾ, 3 പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികൾ ആത്മഹത്യാ ശ്രമം നടത്തിയത്. 16, 15, 12 വീതം വയസ്സുള്ള 3 പെൺകുട്ടികളാണ് ആത്മഹത്യ ശ്രമിച്ചിരിക്കുന്നത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുതിർന്ന കുട്ടികളിൽ നിന്നും പീഡന ശ്രമവും റാഗിങ്ങും ഉണ്ടായതായി പരാതിയിൽ പറയുന്നുണ്ട്.